ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അയന. ഇന്ന് നമ്മൾ ഒരു ചക്കക്കുരു ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ ചക്കക്കുരു ഉപ്പേരി? നമ്മുടെ ഇവിടെയൊക്കെ തൃശ്ശൂർ സൈഡിലേക്കൊക്കെ ഉപ്പേരി എന്നാട്ടോ പറയുക. ചിലയിടത്തൊക്കെ മെഴുക്ക് വരട്ടി എന്ന് പറയും. അങ്ങനെ പല പേരുകളുണ്ടെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഉപ്പേരി എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചക്കക്കുരു നന്നാക്കി എടുത്തു കേട്ടോ. ചക്കക്കുരുവിൻ്റെ പോളയൊക്കെ പൊളിച്ചെടുത്തു. അതിൻ്റെ നമ്മുടെ ആ ബ്രൗൺ കളർ കളഞ്ഞിട്ടില്ല കേട്ടോ. അത് നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത് കേൾക്കുന്നത്. നമ്മുടെ ഓരോ അസുഖത്തിനുമൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് കളഞ്ഞിട്ടില്ല. എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം വേവും. അപ്പോൾ കുക്കറിൽ ചക്കക്കുരു ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞളിട്ടു, ഉപ്പിട്ടില്ല, കുറച്ച് പാകത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ അടച്ച് ഇതേ ഫ്ലെയിം ഓണാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇരുന്നാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉള്ളി നന്നാക്കി എടുക്കാം. നമ്മൾ ചുമന്നുള്ളി ഇട്ടിട്ടാണ് കേട്ടോ വയ്ക്കുക. ചുമന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും നന്നാക്കി എടുക്കുക. ഒരു 5-8 ഉള്ളി ചുമന്നുള്ളി എടുക്കുക. അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുക്കുക. അപ്പം നമ്മൾ അതൊക്കെ ശരിയാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു അവിടെ ഇരുന്ന് റെഡിയാവും. അപ്പോൾ ഒരു 1-2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു ഒക്കെ വെന്ത് സെറ്റായി കിട്ടും കേട്ടോ. വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റെഡിയായി ഒന്ന് നോക്കാം. അപ്പോൾ ചക്കക്കുരു ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ചക്കക്കുരു ഉപ്പേരി അല്ലാണ്ട് പിന്നെ ചക്കക്കുരു കൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കും കേട്ടോ. ചക്കക്കുരു ചെമ്മീൻ ഇട്ട് വയ്ക്കും, ചക്കക്കുരു മാങ്ങയും, പിന്നെ ചക്കക്കുരു മുരിങ്ങക്കായ. നിങ്ങളിതൊക്കെ ഉണ്ടാക്കാറുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് ചക്കക്കുരു വിഭവങ്ങൾ? ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഉള്ളിയും നമ്മളൊരു ചെറിയ ഉരലുണ്ട്, അതിലിട്ട് നന്നായി ഇടിച്ചെടുക്കുക കേട്ടോ. നന്നായി ഇങ്ങനെ ചതച്ചെടുക്കുന്നത് നല്ലത്. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിൽ നല്ലതാണ്. ചതച്ചെടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് 2 പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ട് നമ്മളിതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിന് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടിയിട്ട് അതിലിട്ടിട്ട് നന്നായി ഇളക്കുക. അതിങ്ങനെ വാടി വരണം കേട്ടോ. വാടി വരുമ്പോൾ ഒന്ന് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുക. വേപ്പില അധികം ഇഷ്ടമുള്ളവർക്ക് അധികം ഇട്ട് കൊടുക്കാം. അപ്പോൾ വേപ്പിലിട്ട് കൊടുത്ത് ഇളക്കിയിട്ട് ഇതിൻ്റെ ഈ കളർ കണ്ടോ, ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ മുളക് ഇടുക കേട്ടോ. നമ്മളിവിടെ മുളക് ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതായിരുന്നു, മുഴുവൻ മുളക്. അതിട്ട് നന്നായി ഇളക്കുക കേട്ടോ. മുളക് നന്നായി മൂക്കണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ മുളകിന് എരിവ് ഇത്തിരി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി വേറെ മുളക് പൊടി വാങ്ങിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലാണ് എരിവ് നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് രണ്ടും കൂടി. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. മുളകും ഉപ്പൊക്കെ എല്ലാവരുടെയും പിടിക്കാൻ പാകത്തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ദാ നമ്മുടെ ചക്കക്കുരു ഉപ്പേരി അങ്ങനെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്നും പതിവ് പോലെ ആരാ ടേസ്റ്റ് ചെയ്യുന്നത്? നേട്ടം തന്നെയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദാ ചോറൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കുന്നുണ്ട്. ചക്കക്കുരുപ്പേരി വലിയ ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും ഇവിടെ. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.